ഇന്ന് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് ബോൾ മേടിക്കാനായിട്ട് ഇറങ്ങിയതാണേ. ഇത് ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന അസൈ ബോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ട് ബോൾ ആണ് ഈ മേടിക്കാൻ പോകുന്നത്. ഇവിടുത്തെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് ഈ സമ്മർ അസൈ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ഞാൻ സ്ഥിരമായിട്ട് ഈ അസൈ ബോൾ മേടിക്കാറുള്ളത്. ഇവിടെ ഒരുപാട് ടൈപ്പിലുണ്ട് അസൈ ബോൾ. അത് നമുക്ക് ഏതാ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ ബേസ് എല്ലാം അസൈ ആയിരിക്കും. അസൈ എന്ന് പറയുന്നത് ഒരു ബെറിയാണ് ശരിക്കും പറഞ്ഞാൽ. അതിനെ പൾപ്പാക്കിയിട്ട് അതിനകത്ത് യോഗട്ടൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇതിന്റെ ബേസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിന്റെയും തന്നെ ബേസ് എന്ന് പറയുന്ന അസൈ ആണ്. പിന്നെ അതിനകത്ത് വരുന്ന ടോപ്പിംഗ്സിലാണ് ചേഞ്ച് വരിക. നമുക്ക് ഇഷ്ടമുള്ള പോലെ ടോപ്പിംഗ്സ് ചൂസ് ചെയ്യാം. ഇത് ഇവിടെ നിന്ന് തന്നെ സ്ഥിരമായിട്ട് മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാർഡാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യം മേടിക്കുമ്പോൾ അതിനകത്ത് ചോപ്പ് ചെയ്ത് മേടിക്കാം. നമുക്ക് ഇത് ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഷോപ്പ് ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രീ ബൗൾ കിട്ടും. അപ്പൊ ഇത് ആക്ച്വലി എൻ്റെ ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ കാർഡാണ് ശരിക്കും പറഞ്ഞാൽ. ഇതും ഓൾമോസ്റ്റ് ഫിൽ ആവാറായിട്ടുണ്ട്. ഞാൻ സ്ഥിരം ഇവിടെ നിന്ന് മേടിക്കാറുള്ളതാണ്. ഈ ബേസ് വന്നിട്ട് യോഗട്ടിന്റെ ഒക്കെ മിക്സ് ആയതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് കഴിച്ച സമയത്ത് ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇതെന്റെ ഫേവറേറ്റ് ആയിട്ട് മാറി. ഞാനിപ്പോൾ ഇതിൽ ചൂസ് ചെയ്തിരിക്കുന്ന ഫ്രൂട്ട്സ് സ്ട്രോബെറി, ബ്ലൂബെറി, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെയാണ്. പിന്നെ ബനാന ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ കോമ്പിനേഷൻ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മേടിച്ചതിൽ ബനാന ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോപ്പിംഗ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നു ബനാനയുടെ. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ തന്നെ ആഡ് ചെയ്യാം കേട്ടോ. ഓരോന്നും നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ ടോപ്പിംഗ്സ് ആയിട്ട് വരുന്നതാണ് ഈ ചിയ സീഡ്. പിന്നെ ഇതിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഗ്രനോളയാണ്. അതിൽ മെയിൻ ഐറ്റമാണ് ഈ ഓട്സ്. അതല്ലാതെ പിന്നെ ഇതിനകത്ത് സൺഫ്ലവർ സീഡ്, നട്ട്സ്, അതുപോലെയുള്ള ഐറ്റംസും കൂടി ഉണ്ട്. ഇതുകൂടെ വരുമ്പോഴേക്കും ഇത് നല്ല ക്രഞ്ചി ആവും. ഈ പർപ്പിൾ കളറിൽ കാണുന്നതാണ് അസൈ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഫ്രോസൺ ആയിട്ടാണ് കിട്ടുക. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഫ്രോസൺ വേണമെങ്കിൽ ഫ്രോസൺ, അല്ലെങ്കിൽ റെഡി ടു ഈറ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നമ്മളിത് ഇവിടെ എത്തുമ്പോഴേക്കും ഞാൻ മേടിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും ഇത് ഓൾറെഡി ഇത് മെൽറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഈ അസായി എന്ന് പറയുന്ന ബെറി നമ്മൾ നോർമലി ഈ സ്മൂത്തീസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഒരുപാട് വൈറ്റമിൻ ഒക്കെ ഉള്ളൊരു സാധനമാണിത്. ഇതിൽ ഞാൻ സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന സോസ് എന്ന് പറയുന്നത് ആൽമണ്ട് ബട്ടർ ആണ്. അതിന് പകരം പീനട്ട് ബട്ടർ ഇഷ്ടമുള്ളവർക്ക് പീനട്ട് ബട്ടറോ കാഷ്യൂ ബട്ടറോ മേപ്പിൾ സിറപ്പോ എന്താന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ന്യൂട്ടെല്ലയും ഉണ്ട് ഇതിനകത്ത്. അത് നമുക്ക് പോർഷൻ ചൂസ് ചെയ്യാം. അത് വേണ്ടാത്തവർക്കാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഇല്ല ഇപ്പോൾ 50% വേണമെന്നവർക്ക് 50% ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഫുൾ സോസ് ആണെങ്കിൽ അത് 100% സോസ് ഇട്ട് തരും. ഇതാണ് ശരിക്കും ഇതിലൊരു അൺഹെൽത്തി ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ടേസ്റ്റ് വരണമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോഴും ഈ സോസ് ആഡ് ചെയ്ത് തന്നെയാണ് മേടിക്കാറുള്ളത്. അപ്പൊ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.